ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഞാനിന്ന് ട്രിപ്പ് പോവുകയാണ്. നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. അപ്പം ബൈക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. രാത്രി ഒരു 8 മണിക്കായിരുന്നു നമുക്ക് ബസ്. അപ്പം എൻ്റെ ഓഫീസ് ട്രിപ്പാണ്. അപ്പം ഞാനും ഹസ്ബൻഡോട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയാണ്. ഓൾറെഡി വണ്ടിയൊക്കെ എത്തിയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുന്നേ എത്തി. അപ്പോൾ ഇനി ടൂർ തുടങ്ങുന്നതിന് മുന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ടൂറിനെ പറ്റി 2 വാക്ക് സംസാരിക്കുമോ? അടിപൊളി, സ്വർഗം, വേറൊന്നും പറയാനില്ല. വണ്ടി എടുക്കുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോ എടുപ്പ് പ്രഹസനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം റെഡിയായിരുന്നു. ഇനിയിപ്പം ഫ്യൂ മിനിറ്റ്സിൽ വണ്ടി എടുക്കും. നമ്മൾ മൊത്തം 31 or 32 ആൾക്കാരായിരുന്നു ഉള്ളത്. അപ്പം കറക്റ്റ് നമ്മൾ ചെറിയ ബസ്സാണെന്നാണ് കരുതിയത്. പക്ഷേ വന്നപ്പോൾ ഞാൻ തന്നെ സർപ്രൈസ്ഡായിപ്പോയി. 45 സീറ്റർ എന്തോ ആയിരുന്നു ബസ്. അപ്പം നമുക്ക് കിടന്നും ഇരുന്നും ഒക്കെ പോകാനുള്ള സ്ഥലം ബസ്സിലുണ്ടായിരുന്നു. അത്യാവശ്യം മിഡിലായിട്ട് തന്നെ സീറ്റ് കിട്ടി. 3 പേരുടെ സീറ്റിലായിരുന്നു നമ്മൾ വിശാലമായി ഇരുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്തിന് തന്നെ. All this time I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. അങ്ങനെ കുറേ ഡാൻസൊക്കെ കളിച്ച് കുഴഞ്ഞ് ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് രാത്രി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ കഴിച്ചത് പൊറോട്ടയും ചില്ലി ചിക്കനുമാണ്. എനിക്ക് തോന്നുന്നു കളിക്കാവിള ആ ഏരിയയിൽ എവിടെയാണ് നിർത്തിയത് വണ്ടി. അപ്പം അവിടെ ഒരു സ്നാക്ക് കൗണ്ടറും ഒരു ഹോട്ടലും അതുപോലെ തന്നെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും കയറി കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ കയറിയിട്ടും അവിടെ നോൺ സ്റ്റോപ്പ് ഡാൻസ് കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇറങ്ങാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു, എന്നാലും ഞാൻ ഇറങ്ങി. പിന്നെ ഇവരൊക്കെ ഫുൾ വൈബായിരുന്നു, സെറ്റായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സൊന്നും രാത്രി ഉറങ്ങിയിട്ടില്ല, അവർ ഫുൾ കഥ പറച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മോർണിംഗ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൊടൈക്കനാലെത്തി. കുറച്ച് ഉള്ളിലോട്ടായിരുന്നു, ഒരു 1 കിലോമീറ്റർ ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലോട്ടായിരുന്നു. നല്ല സ്ഥലമായിരുന്നു. പിന്നെ ഗ്ലാസ്സൊക്കെ ഇട്ടേക്കുന്നുണ്ട്, തണുപ്പറിഞ്ഞില്ല. ഗ്ലാസ് തുറന്നപ്പോഴായിരുന്നു ഞങ്ങൾ തണുപ്പറിഞ്ഞത്. നല്ല തണുപ്പുണ്ടായിരുന്നു. കൂടെ ആദ്യത്തെ ദിവസം നല്ല മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേയിലോട്ട് പോവുകയാണിനി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ടായിരുന്നു, ഈ കഷ്ടപ്പെട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എല്ലാം യൂട്യൂബിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കഷ്ടപ്പെട്ട് കുറേയൊക്കെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു, ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട്. പിന്നെ കോടയൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേയിലെത്തി, ലഗേജസൊക്കെ എടുത്തു. റൂമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ 10 റൂംസ് ആയിരുന്നു എടുത്തിട്ടുള്ളത്. രാവിലെ 5 റൂംസേ നമുക്ക് അലോട്ട് ആയിട്ടുള്ളായിരുന്നു.
പിന്നെ നമ്മൾ രാവിലെ റെഡിയായി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അവിടെ ഒരു മെസ്സിലായിരുന്നു നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് പനി ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡ് ഫുഡിന് ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ പൂരി ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം കഴിച്ചു. പുറത്തൊരു പഴയ വണ്ടിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഡേയിലെ ട്രിപ്സ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പോവുമായിരുന്നു. നമ്മുടെ ട്രിപ്പിൽ നമ്മുടെ കൂടെ 2-3 വോളണ്ടിയർ അങ്കിളുമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെയാണ് പോയത്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ ബഹളമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോണത്. നമ്മൾ പോയത് ഒരു ബസ്സിലും കാറിലും ആയിട്ടായിരുന്നു, സ്പ്ലിറ്റ് ആക്കിയായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൻ്റെ വിജന വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ഫ്രണ്ട് പോവും. നീ സംസാരിക്കേ. ഹലോ ഡിയർ, നിങ്ങൾ എന്തിനാ എന്റെ കൂടെ ജീവിക്കുന്നത്? ഈ ജന്മം പാഴാകുമോ? സംസാരിക്കൂ നിങ്ങൾ. നോ ബേബി നോ, പറ. കുറേ നല്ല ഫോട്ടോസും വീഡിയോസും ഈ വ്യൂ പോയിന്റിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും കുറേ എൻജോയ് ചെയ്തു. ഭയങ്കര വൈബായിരുന്നു. ഇപ്പം പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് പോയി നോക്കുക, അത്രയ്ക്ക് നല്ലതായിരുന്നു. പിന്നെ റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ തന്നെ നമ്മളെ പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കുമായിരുന്നു, അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ട്രൈപോഡ് പൊക്കി പിടിച്ച് നടക്കുന്നതുകൊണ്ട് കുറേ ട്രോളിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ ഓരോ വ്യൂ പോയിന്റിൽ നിർത്തുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെളുത്തുള്ളിയൊക്കെ മേടിച്ചു. വെളുത്തുള്ളിക്ക് റേറ്റ് കുറവൊന്നുമില്ല, ബട്ട് ഫ്രഷ് സാധനം അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രൈപോഡൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ഫോട്ടോസ് വീഡിയോസ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൊരങ്ങച്ചനും എൻ്റെ യൂട്യൂബ് ചാനലിൽ വരാനൊരു ഭാഗ്യമുണ്ടായി. പിന്നെ ആരാണോ എന്തോ. എന്തെങ്കിലും പറയാനുണ്ടോ കൊടൈക്കനാലിനെ പറ്റി? ഇത് അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങോട്ട് കുറച്ച് ഗ്രാമം, ഇങ്ങോട്ട് കുറച്ച് കാട്ട് കറ്റാറാഴ, അവിടെ ഒരു വഴി പോയ ഫോറസ്റ്റിന്റെയും ചന്തിക്കടി. ഇതെനിക്ക് പറയാനുള്ളൂ. സോജ അടിപൊളിയാണ്, നല്ല രസം. എല്ലാവരും നമ്മുടെ കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യണം. നമ്മൾ ഇത്രയും പേരായിരുന്നു ലാസ്റ്റ് സീറ്റിൽ ഒരുമിച്ചിരുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കാനൊക്കെ തരുന്നുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ലേസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചളിയൊക്കെ അടിച്ചു. നമ്മളിങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ എല്ലാവരെയും നമ്മളൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. The time of your life. Remember, you don't get it twice. The time of your life. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഷീപ്പ് ഗോട്ട് റാബിറ്റ് ഫാം. അതെ, ഷീപ്പ് ഫാമിലാണ്. ഷീപ്പ് ഫാമിൽ റാബിറ്റിനെ കാണാൻ വന്നത്. ഷീപ്പ് റാബിറ്റ് ഫാമിലാണ് നമ്മൾ പിന്നെ വന്നത്. ഇവിടെ ഭയങ്കര പച്ചപ്പായിരുന്നു. പിന്നെ നല്ല കോട മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നടക്കാൻ തുടങ്ങി. നമ്മൾ ബസ്സിൽ ഇരുന്ന് വന്നപ്പോൾ തൊട്ടേ ദൂരേന്ന് ഈ ചെമ്മരിയാടുകളെയൊക്കെ നമ്മൾ ഈ ഒട്ടുപോലെ കാണുന്നുണ്ടായിരുന്നു. ഷീപ്പ് ഫാം വന്നേക്കുവാണ്. ഇവിടെ മഞ്ഞും മഴയുണ്ട്. ഞങ്ങളിതാ ഐസ്ക്രീം കഴിച്ച് വൈബടിക്കുകയാണ്. ഏത് ഫ്ലേവർ ആയിരിക്കുന്നത്? ഞങ്ങൾ മാംഗോ ചോക്ലേറ്റ്
ചോക്ലേറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ മാംഗോ മേടിച്ച്. പിന്നെ രണ്ട് കാര്യം പറയാനുണ്ട്. 60 വയസ്സായൊക്കെ പലതും പറയും, ശ്രദ്ധിക്കേണ്ട ആരും. ആദ്യം നമ്മൾ മുയൽ ഫാമിൽ കയറി അവിടെയുള്ള റാബിറ്റ്സിനെയൊക്കെ കണ്ടു. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ റാബിറ്റ്സൊക്കെ വൃത്തിയൊക്കെ കുറവായിരിക്കും, പക്ഷേ ഇവിടെയൊക്കെ ഉള്ളത് നല്ല തക്കിട് മുണ്ടൻ റാബിറ്റ്സ് ആയിരുന്നു. അപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മണമൊന്നും സ്മെല്ലൊന്നും നമുക്ക് അതിനകത്ത് കയറിയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവരെയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഷുവർ ഗ്ലൈഡേഴ്സിന് ഓർമ്മ വന്നു. ഇനി ചുറ്റും എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചെമ്പരിയാട് നമ്മൾ മുയലിനെ കണ്ടു. നെക്സ്റ്റ് നമ്മൾ ഷീപ്പിനെ കാണാൻ പോവാം. ഷീപ്പിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം തൊട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി, വലിയ സഹകരണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തോ ഇറിറ്റേഷൻ ആവുന്ന പോലെ തോന്നി ഇതിട്ടപ്പോൾ, അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഏരിയയിലോട്ട് പോകാൻ നിന്നില്ല. പിന്നെ അടുത്തൊക്കെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് കൂട്ടൻ ചെമ്മരിയാട് അവിടെ നിന്ന് പാഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മാറി നിന്നു, കാരണം അവർ അത്യാവശ്യം നല്ല സ്പീഡിലാണ് എല്ലാ ചെമ്മരിയാടോട് ഓടി കൂട്ടം കൂടി വരുന്നത്. അപ്പോൾ പേടിയായി, ഭയങ്കര സൗണ്ടുമാണ് ഇവർ. നമ്മൾ ഷീപ്പ് ഫാമിൻ്റെ താഴ്വാരത്ത് വന്നേക്കുക. ഇവിടെ കുറേ ഷീപ്പ് കാണിച്ചത് ഷീപ്പാണല്ലേ മൊത്തം. നമുക്കിങ്ങനെ സൂം ചെയ്യട്ടെ, പരന്നെടുക്കുന്നതൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഈ ഷീപ്പ് ഫാമിൻ്റെ ഈ ഒരു ഏരിയയിൽ, അതായത് ആ ഫാമിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ തന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ കട്ട് ഫ്രൂട്ട്സൊക്കെ കിട്ടും. അവോക്കാഡോ, പീച്ച്, പിന്നെന്താ പൈനാപ്പിൾ, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. വിശപ്പ് ഇല്ലായിരുന്നു, വിശപ്പ് കുറവായിരുന്നു. നമ്മളിപ്പോൾ എവിടെ? മനവന്നൂർ എക്കോ ടൂറിസം സൈറ്റ്. ഗ്യാസ് വിട്. പിന്നെ നമ്മൾ വന്നത് മന്നവന്നൂർ ആയിരുന്നു. ഈ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ട്രിപ്പ് ഇന്നലെയൊക്കെ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലേസിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. പക്ഷെ എന്താ പറയുന്നത്, നല്ലൊരു പ്ലേസാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കുറേ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നതായിരുന്നു. പിന്നെ നമ്മൾ പീച്ചൊക്കെ കണ്ടു. പീച്ചൊക്കെ ഇവിടെ നമ്മൾ ഇവിടെ ചക്ക മാങ്ങയൊക്കെ കിട്ടുന്ന പോലെ അവിടെ പീച്ച് വെറുതെ പിടിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. വാട്ടർ ടൂറിസമാണ് അവിടെ മെയിൻലി ഉള്ളത്. പിന്നെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് കുറച്ച് നടന്ന് ഒരു കയറ്റമുണ്ട്. അപ്പം കുറച്ച് നടന്ന് വേണം നമ്മുടെ റിവർ സൈഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് പ്ലേ ഏരിയയും അതുപോലെ തന്നെ വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഒന്നും നമുക്കില്ലായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ബാക്ക് ടു ബാക്കൊക്കെയാണ് നടന്നത്. പോകുന്ന വഴിക്കൊരു ചെറിയ തോടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ എടുത്ത് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ച സ്ഥലത്തുള്ള ആൾക്കാർ കുറേ പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ റിവർ ഏരിയ. ഇവിടെയാണ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. ഇവിടെ മെയിൻലി സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്കിങ്ങനെ കുറേ നേരം പീസ്ഫുള്ളായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. വഴിനീളെ എല്ലാം ചാണകമുണ്ട്. അവിടെ നമുക്ക് ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ സിപ്പ് ലൈൻ ട്രൈ ചെയ്തു. എനിക്ക് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു. ഹസ്ബൻഡും പേടിയായിരുന്നു. എൻ്റെ കൂടെ വന്ന 2-3 ഫ്രണ്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാളായിട്ട് ഹൈ റേഞ്ചിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കണമെന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ. പക്ഷേ ഇപ്പോഴാണ് സാധിച്ചത്. നല്ലൊരു എന്താ പറയുന്നത് തണുപ്പും നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ ബിരിയാണി, ഗീ റൈസ്, ചിക്കൻ അങ്ങനെ എന്തായിരുന്നു. പിന്നെ നമ്മൾ റൂമിലെത്തിയപ്പോൾ AC ഇടുന്ന പോലുള്ള തണുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു റൂമിൽ. Oh yeah, 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 oh yeah. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up.
Double shot for the gifted, one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. Remember, you don't get it twice. The time of your life. ഡേ 1 നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ DJ പാർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെ നമ്മൾ എല്ലാവരെയും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഡാൻസ് കളിച്ചു, പൊളി വൈബായിരുന്നു. ഈ ഡാൻസ് കളിക്കാതെ ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നവരൊക്കെ ഡാൻസ് കളിച്ച് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇനി ഡേ 2 നമുക്ക് രാവിലെ തന്നെ എണീറ്റ് കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.